الأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى. അള്ളാഹുവിന്റെ ഹദറത്തിലേക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമായ നഫ്സോടുകൂടെ റബ്ബിന്റെ ഹദറത്തിലേക്ക് അടുത്തു നിന്നു എന്ന് പറയുന്ന പ്രയോഗങ്ങളാണിത്. ഫൗഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. ആകാശ ലോകങ്ങൾക്കപ്പുറം അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു മഖാമിൽ അള്ളാഹുവിന്റെ സാമീപ്യം അറിഞ്ഞ നിബിതങ്ങൾ ആ സമയത്ത് അള്ളാഹു ഒരുപാട് വഹി ഹബീബിന് കൊടുത്തിട്ടുണ്ട്. അതുവരെ ഒരാളും അറിഞ്ഞിട്ടില്ലാത്ത ഇൽമുകൾ ഹബീബിന് അള്ളാഹു കൊടുത്തു. മാ കദബൽ ഫുആദു മാ റആ അഫതുമാറൂനഹു അലാ മാ യറാ. അവിടുന്ന് കണ്ടു എന്ന് പറയുന്നതിൽ അങ്ങ് നിങ്ങൾ സംശയിക്കുകയാണോ? അവിടുത്തെ പരിശുദ്ധമായ ഹൃദയം ഉൾക്കൊണ്ടത് മുഴുവൻ സത്യമായിരുന്നു. ലഖദ് റആഹു നസ്ലതൻ ഉഖറാ. ഒരിക്കലൂടെ കണ്ടിട്ടുണ്ട് നിബിതങ്ങൾ. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടതാണതെങ്കിൽ ഇൻദ സിദ്റത്തിൽ മുൻതഹ ഇൻദഹാ ജന്നത്തുൽ മഅവാ. ജന്നത്തുൽ മഅവാ എന്ന സ്വർഗ്ഗത്തിന്റെ അരികത്തുള്ള സിദ്റത്തുൽ മുൻതഹയുടെ അരികത്ത് വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു. ഇത് യഗ്ഷ സിദ്റത മാ യഗ്ഷ മാ സാഗൽ ബസറ വമാ തഗാ. ഹബീബിന്റെ കണ്ണുകൾ ഒരിക്കലും അലക്ഷ്യമായി പോവുകയോ ഹബീബിന്റെ കണ്ണുകൾ അസത്യമാവുകയോ അല്ല. ലഖദ് റആ മിൻ ആയാതി റബ്ബിഹി അൽ കുബ്റാ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ കുബ്റയായ ഒരു ദൃഷ്ടാന്തം, ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തം ഹബീബ് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന അവസാനത്തെ ആയത്ത് അല്ലാഹുവിനെ ദർശിച്ചിട്ടുണ്ട് എന്നാണ് ഇതിന്റെ ആശയമെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. സൂറത്തുൻ നജ്മ് ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ. ആരും ഒരിക്കലും കണ്ടിട്ടില്ലാത്തതാണത്. ജിബ്രീൽ തങ്ങളെ പ്രവാചകന്മാർ കണ്ടിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരുപാട് നബിമാർ കണ്ടിട്ടുണ്ട്. ഒരിക്കലും ആരും കണ്ടിട്ടില്ലാത്തത് ഈ ലോകത്തിന്റെ പരിധിയിൽ ജീവിച്ചിരിക്കെ മൂസ അലൈഹിസ്സലാം പോലും ചോദിച്ചു, റബ്ബേ നിന്നെ കാണിച്ചുരോ? അള്ളാഹു എന്താ പറഞ്ഞത്? ലൻ തറാനി. മൂസ നബിയെ, അങ്ങേക്ക് ഇവിടെ വെച്ച് എന്നെ കാണാൻ കഴിയൂല, ഇവിടെ വെച്ച് കാണാൻ കഴിയും. ലൻ തറാനി, അള്ളാഹിനെ തീരെ കാണാൻ കഴിയൂല എന്നായിരുന്നു മറുപടി. എങ്കിൽ ലൻ ഉറ എന്നായിരുന്നു പറയാന്ന, എന്നെ കാണപ്പെടില്ല മൂസ നബിയെ. പിന്നെ എന്തിനാ ചോദിക്കണത്? പക്ഷെ അള്ളാഹുത്തിന്റെ മറുപടി, നിങ്ങൾക്ക് എന്നെ ഇവിടെ വെച്ച് കാണാൻ കഴിയില്ല, അവിടെ വെച്ച് കാണാൻ കഴിയുന്ന. ലൻ തറാനി. പക്ഷേ ഹബീബായ തങ്ങൾക്ക് അള്ളാഹു അത് കാണിച്ചു കൊടുത്തു എന്നാണ്. യാ അല്ലാഹ്, ഇത്രയും വലിയൊരു മഹത്വം കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചത് അമ്പിയാക്കളുടെ അന്തിമ കണ്ണിയായ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്കാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅല്ലമക മാ ലം തകുൻ തഅലം. ആർക്കും അറിഞ്ഞിട്ടില്ലാത്ത അറിവുകൾ ഹബീബേ അല്ലാഹു അങ്ങേക്ക് അറിയിച്ചു തന്നിരിക്കുകയാണ്. വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അദീമാ. ഹബീബിന്റെ ഇൽമ്, തങ്ങളുടെ ഇൽമിനെ നമ്മൾ ഹദീസിന്റെ കിതാബ് എടുത്ത് നോക്കുമ്പോഴേ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും മഹ്ശറിന്റെയും ഖബറിന്റെയും നമ്മൾ കാണാത്തൊരു ലോകത്തിന്റെ ഡിസ്ക്രിപ്ഷൻ, വിശദീകരണം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് മാത്രം ഒരു മുഅ്ജിസത്താണ്. അത് വല്ലാത്തൊരു അത്ഭുതമാണ്. ഒരിക്കലും നമ്മുടെ ചിന്തകളിൽ പോലും കാണാൻ കഴിയാത്തത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തെ സംബന്ധിച്ചൊക്കെ പറഞ്ഞ അദാബിനെ കുറിച്ചുള്ള ആ ഒരു ബയാൻ നമ്മൾ കേട്ടുകഴിഞ്ഞാൽ യാ അല്ലാഹ് നമ്മൾ ധരിച്ചു പോകും, എന്താണ് തങ്ങൾ ഈ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞു കേൾക്കുമ്പോൾ മഹ്ശറിയുടെ അഹ്വാലുകളെ സംബന്ധിച്ച് ഭയാനകമായ അനുഭവങ്ങളെ കുറിച്ച് പറയുന്നത്, ഖബറിന്റെ അദാബിനെ സംബന്ധിച്ചും നഈമിനെ കുറിച്ചും പറയുന്നത്, ഇതൊന്നും മനുഷ്യന് ആക്സസ് ഇല്ലാത്ത ലോകമാണ്. പിന്നെ ഈ ദുനിയാവിന്റെ ഇൽമുകളിൽ തങ്ങൾ വാരിക്കോരി തന്നത് വഅല്ലമക മാ ലം തകുൻ തഅലം. 40 വയസ്സ് വരെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലാതിരുന്നത് 63 വയസ്സ്, 40 മുതൽ 63 വയസ്സിനുള്ളിൽ അള്ളാഹു വാരിക്കോരി കൊടുത്ത ഇൽമ്, ആ ഇൽമിന്റെ നഫഹാറ്റുകൾ കിട്ടിയ സ്വഹാബികൾ ലോകത്തിന് വിതരണം ചെയ്ത ഇൽമ്, സ്വഹാബികളിൽ നിന്ന് താബിഈങ്ങൾ പഠിച്ചെടുത്തത്, അവരിൽ നിന്ന് താബിഈങ്ങൾ, അയിമ്മത്തുൽ മുജ്തഹിദീൻ, ഉലമാഉകൾ, ഫുഖഹാകൾ, ഇവരൊക്കെ പഠിച്ചെടുത്ത ഇൽമ് മുഴുവൻ എടുത്തു നോക്കിയാൽ അതിന്റെ അടിസ്ഥാനം എവിടെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിക നോളജ്, ഇസ്ലാമികമായ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്തതാണ്. ലോകത്തെ എല്ലാ സയൻസും അതിൻ്റെതായ വ്യാപ്തിയുണ്ട്, അതിൻ്റെതായ വാസ്റ്റ്നെസ് ഉണ്ട്. പക്ഷേ ദീനിന്റെ
ഉലൂമുകളുടെ ഒരു 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 പ്രത്യേകത ഒരിക്കലും തീരൂല. നമുക്ക് ലൈബ്രറിയിലൊക്കെ കടന്നാൽ പിന്നെ അതിന്റെ പുസ്തകത്തിന്റെ ഹെഡിങ്ങും ഹെഡ്ലൈൻസും മാത്രം വായിച്ചാൽ തന്നെ ജീവിതം തീർന്നു പോകും. അത്രയും ദീനിന്റെ ഇൽമുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ കണക്ട് ചെയ്യുന്നത് എവിടെയാണ്? അതിന്റെ മെയിൻ സോഴ്സ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളിൽ നിന്ന് കിട്ടിയതിനെ സ്വഹാബികൾ ഫഹ്മ് ചെയ്തത്, മനസ്സിലാക്കിയത്, അവരിൽ നിന്ന് അവരുടെ ശിഷ്യന്മാരായ താബിഈകൾ മനസ്സിലാക്കിയത്, അങ്ങനെ ആലിമീങ്ങൾ, മുഹദ്ദിഥീങ്ങൾ, ഫുഖഹാ, അള്ളാഹുവിന്റെ മുതസവ്വിഫീങ്ങളായ ആലിമീങ്ങൾ, ഇവരൊക്കെ ലോകത്തിന് വിതരണം ചെയ്ത ഇൽമിന്റെ വ്യാപ്തി നമുക്കൊരിക്കലും ജീവിതത്തിൽ എത്തിപ്പിടിക്കാൻ കഴിയില്ല. ഹദീത്ത് പഠിക്കുന്ന ഹദീത്ത് മാത്രം പഠിച്ചാൽ തന്നെ തീരൂല. ഖുർആൻ തഫ്സീറുകളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് തീരൂല. താരീഖിലേക്ക് ഇറങ്ങിയാൽ അത് തീരൂല. ഇങ്ങനെ അനന്തമായി കിടക്കുന്ന ഫിഖഹിന്റെ മസലകളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു ലോകമാണത്. ഇതിന്റെ ഒക്കെ ആശ്രയം എവിടെയാ? പുണ്യ നിബിതങ്ങളുടെ വഹയാണ്. അത്രയും അതുകൊണ്ടാണ് അല്ലാഹു നബിയെ അങ്ങേക്ക് ഇൽമു തന്നിരിക്കുന്നു. അത്രമേൽ അള്ളാഹു ആദരിച്ചു ഹബീബായ തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബൽ മത്തഅത ഹൗലാഇ വആബാഅഹും ഹത്താ ജാഅഹുമുൽ ഹഖ് വഹത്താ ജാഅഹുമുൽ ഹഖ് വറസൂലും മുബീൻ. വിശുദ്ധമായ ഖുർആൻ വ്യക്തമായി വ്യാഖ്യാനിക്കേണ്ട ഉത്തരവാദിത്വം അള്ളാഹുവിന്റെ റസൂലിനാണ്. ബൽ മത്തഅത ഹൗലാഇ വആബാഅഹും, മക്കക്കാരായ ആളുകൾക്കും അവരുടെ പിതാക്കന്മാർക്കും ഒരു പ്രവാചകന്റെയോ അംബിയാഇന്റെയോ നുബുവത്തിന്റെയോ വെളിച്ചം കിട്ടാതെ കുറെ കാലം അവർ കഴിഞ്ഞു. ഹത്താ ജാഅഹുമുൽ ഹഖ്, അങ്ങനെ അവർക്ക് ഹഖ് വരികയുണ്ടായി. അത് വിശുദ്ധ ഖുർആൻ. വറസൂലും മുബീൻ, മുബീനായ റസൂൽ. ഖുർആനെ കുറിച്ച് പറഞ്ഞ പ്രയോഗമാണ് മുബീൻ. മുബീനായ റസൂൽ, എല്ലാം വ്യക്തമാക്കി കൊടുക്കുന്ന ഹബീബായ നിബിതങ്ങൾ, എല്ലാം ഒരു അവ്യക്തതയും ബാക്കിയില്ലാതെ അഹ്സന ബയാനി ഹാദൽ ഹഖ്, ഖുർആനിനെ ഏറ്റവും ഭംഗിയായി വിശദീകരിക്കുന്നത് റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഖുർആൻ മതി എന്ന് ഹദീസ് എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു പിഴച്ച വിഭാഗം അവർ അഹ്ലുൽ ഖുർആൻ എന്ന് വിളിക്കും. അവർ പറയാം ഖുർആൻ മതി, റസൂൽ ഒന്നും വേണ്ട എന്ന് പറയും. ഖുർആൻ മതി എന്ന് പറഞ്ഞാൽ അതിൽ ആയത്താണ് ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. ഹബീബായ നബിയെ അങ്ങ് വിശദീകരിച്ചു കൊടുക്കണം ജനങ്ങൾക്ക്, അങ്ങേക്ക് ഇറക്കി തന്ന ഈ ഗ്രന്ഥം. അപ്പൊ ആ ഖുർആൻ അംഗീകരിച്ച അതിൽ തന്നെ പറയണില്ലേ നബി നിങ്ങൾ പറഞ്ഞ കേൾക്കണമെന്ന്. ഖുർആൻ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ അംഗീകരിക്കുന്നതിന്റെ ഭാഗമാണ് ഹബീബിനെ അംഗീകരിക്കുക. ഹദീസുകളില്ലാതെ ഖുർആനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അതിൽ ഏറ്റവും വലിയ അത്ഭുതം ലോകാവസാനത്തെക്കുറിച്ചും സയൻസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്പേസിനെ കുറിച്ചും ശാസ്ത്ര സംബന്ധിയായ ആയത്തുകളൊന്നും നബി തങ്ങൾ വിശദീകരിച്ചിട്ടില്ല എന്ന്. അത് വല്ലാത്തൊരു അത്ഭുതമാണ്. അപ്പൊ നമ്മള് ചില വിഷയങ്ങളൊക്കെ നമ്മൾ 2 മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞു. ഇത്തരം ആയത്തുകളെ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും വിശദീകരിച്ചിട്ടില്ല. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് അതത് കാലഘട്ടങ്ങളിലെ കണ്ടുപിടുത്തങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാഖ്യാനിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നും അറിയാത്ത കാട്ടറബികളായിരുന്ന 6-ാം നൂറ്റാണ്ടുകാരായ അറാബികൾക്ക് ഈ സയൻസും ബ്ലാക്ക് ഹോളിനെ കുറിച്ചും ഗാലക്സിയെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്താൽ അവരാകെ ഇസ്ലാം ഇറങ്ങിപ്പോതി. എന്താ ഈ പറയണത്? അവർക്ക് ആകെ ഒരു ഒട്ടകത്തിന്റെ കയറും ഒട്ടകത്തിന്റെ പുല്ലും ഇറച്ചിയും മാംസവും പാലും അവർക്ക് അറിയുള്ളൂ. അവരുടെ മുമ്പിൽ വെച്ചിട്ട് ലോകത്തിന്റെ അതിസങ്കീർണമായ ശാസ്ത്രീയമായ നിഗൂഢതകൾ ഇത് വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അവരോട് ചെയ്യുന്ന ഹിക്മത്തില്ലാത്ത പ്രയോഗമാണത്. അതൊരിക്കലും ഖുർആൻ ചെയ്യൂല. അതുകൊണ്ട് തങ്ങളത് ടച്ച് ചെയ്തില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം, വല്ലാത്തൊരു അത്ഭുതമാണ്. സയൻസുമായി ബന്ധപ്പെട്ട ആയത്ത് മുഴുവനും ഹദീസിൽ അതിന്റെ വ്യാഖ്യാനം കാണൂല. തങ്ങളത് വിശദീകരിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതത് കാലഘട്ടങ്ങളിൽ ഉലമാ അതത് കാലഘട്ടത്തിൽ ആളുകൾക്ക് അത് പഠിച്ച് വിശദീകരിച്ചു കൊടുക്കണം. അത് ഖുർആന്റെ വല്ലാത്തൊരു അത്ഭുതമാണ്. ഹബീബായ തങ്ങൾ വ്യാഖ്യാനിച്ചത് മുഴുവനും അല്ലാത്ത മറ്റു വിഷയങ്ങളാണ്. ഇഅ്ജാസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും തങ്ങൾ മൗനം പാലിച്ചു എന്നാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അന്ന് പറഞ്ഞ പ്രശ്നമാണ്, അത് ടച്ച് ചെയ്താൽ പ്രശ്നമാണ്. അവരുടെ ഈമാൻ അതിനെ ബാധിക്കും. അതുകൊണ്ട് തങ്ങൾ ഒന്നും ചെയ്തില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹത്താ ജാഅഹുമുൽ ഹഖ് വറസൂലും മുബീൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ വിശദീകരിക്കാൻ വന്നവരാണ്. അതുകൊണ്ട് ഹദീസിന്റെ പഠനം ഖുർആനിന്റെ പഠനത്തോട് ചേർത്ത് വെക്കണം. ഖുർആൻ പഠിക്കുന്നത് ഹദീസിലൂടെയാണ്.
അസറിലൂടെയാണ്, ഉലമാഇന്റെ ഇസ്തിംബാത്തുകളിലൂടെയാണ്. ഇതില്ലാതെ ഖുർആൻ മനസ്സിലാക്കാൻ കഴിയില്ല. ആ ഖുർആനെ വ്യാഖ്യാനിക്കാൻ, എല്ലാ തരത്തിലുമുള്ള ബയാൻ ചെയ്തു തരാൻ അള്ളാഹു നിയോഗിച്ച റസൂലാണ് പുണ്യ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബയാൻ മനുഷ്യർക്ക് മാത്രമല്ല ജിന്നുകൾക്ക് പോലും ഹബീബ് കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ ഭാഷ, അവർക്കത് എങ്ങനെ, ആ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു നമുക്കറിയില്ല. പക്ഷേ തങ്ങൾ പറഞ്ഞു കൊടുത്തത് അവർക്ക് ബോധ്യപ്പെട്ടു എന്ന് അല്ലാഹു സൂറത്തുൽ ജിന്നിൽ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ. ഖുൽ പറയുക നബിയേ, ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന്, ജിന്നുകളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ഇസ്തമഅ, വിശുദ്ധമായ ഖുർആൻ വളരെ ഗൗരവത്തോടെ, ശാന്തമായി, ബഹുമാനത്തോടെ, ആദരവോടെ ഖുർആൻ അവർ ശ്രദ്ധിച്ചു കേട്ടു. മക്ക പരിശുദ്ധമായ കഅബാലയത്തിൽ നിന്ന്, നമ്മള് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി കിടക്കുന്ന അന്ത്യവിശ്രമം കൊള്ളുന്ന ജന്നത്തുൽ മുഅല്ലയുണ്ട്. മക്കയിലെ ഖബർസ്ഥാനിലേക്ക് പോകുമ്പോഴേ അവിടെ ഒരു മസ്ജിദുൽ ജിന്നുണ്ട്. കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. മസ്ജിദുൽ ജിൻ. ആ മസ്ജിദുൽ ജിന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടത് ഭാഗത്ത് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇടത് ഭാഗത്താണ് ജന്നത്തുൽ മുഅല്ല. അതിന്റെ ഇടയിലൂടെ റോഡും ബിൽഡിംഗും ഒക്കെ കാണും. അവിടെ മസ്ജിദുൽ ജിന്ന്. അവിടെയാണ് ഹബീബായ തങ്ങള് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിൽ നിന്ന് തിരിച്ചു വരുന്ന നേരത്ത് അവിടെ നിസ്കരിക്കുമ്പോഴാണ് ഒരു കൂട്ടം ജിന്നുകൾ ഹബീബിന്റെ നിസ്കാരം കേട്ടപ്പോൾ അവിടെ വന്നിരുന്നത്. ആ ഖുർആനിന്റെ പാരായണം അവർ കേട്ടു. അവര് പറഞ്ഞു, ഇത് മനുഷ്യന്റെ വാക്കല്ല, ഇത് മനുഷ്യർക്ക് പറയാൻ കഴിയില്ല, ഈ വാക്കുകൾ ഇത് അഭൗതികമാണ്. അങ്ങനെ ഹബീബിനോട് അവർ സംസാരിച്ചു. തങ്ങൾ അവരുമായി സംവദിച്ചു. അവർക്ക് ഇസ്ലാം പറഞ്ഞു കൊടുത്തു. അവർ മുഴുവനും കലിമ ചൊല്ലി മുസ്ലിമായി. അള്ളാഹു പറഞ്ഞു കൊടുക്കുകയായിരുന്നു, നബിയെ, ത്വായിഫിലെ ആളുകൾ അങ്ങയെ കല്ലെറിഞ്ഞിട്ടാ ഓടിച്ചത് അല്ലേ? അവരങ്ങയെ വേദനിപ്പിച്ചിട്ടുണ്ട്. അങ്ങ് പറഞ്ഞത് കേൾക്കാൻ പോലും അവർ തയ്യാറായിട്ടില്ല. പക്ഷേ മനുഷ്യരുടെ ഒരു സംഘം ആളുകൾ അങ്ങയെ അവഗണിച്ചാലും അങ്ങ് നിരാശപ്പെടരുത്. ആലമുൽ ജിൻ, ജിന്നുകളുടെ ലോകം അങ്ങയെ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ അവരുടെ ഈ ജിന്നുകൾ മുഴുവനും അവരുടെ ഗോത്രങ്ങളിലേക്ക് പോയത് മുൻദിരീൻ, അവരെ താക്കീത് ചെയ്യാൻ വേണ്ടി പോയി എന്നാണ്. അവർ പഠിച്ചു മനസ്സിലാക്കിയെന്ന് മാത്രമല്ല, അവർ പഠിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ മുഅല്ലിമീങ്ങളായിട്ടാണ്, അധ്യാപകരായിട്ടാണ് അവർ തിരിച്ചു പോയത് എന്നാണ്. അതിനെ സംബന്ധിച്ചാണ് ഖുർആൻ സൂറത്തുൽ ജിന്നിൽ പറയുന്നത്. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ. അത്ഭുതമായ ഖുർആൻ ഞങ്ങൾ കേട്ടിരിക്കുന്നുവെന്ന് ജിന്നുകൾ പറഞ്ഞത് നബിയെ ജനങ്ങളോട് പറഞ്ഞു കൊടുത്തോളൂ എന്ന് അല്ലാഹു ഹബീബിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അതാണ് ഖുൽ, പറയുക നബിയേ, ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലൂ. ജിന്നുകൾ ശ്രദ്ധിച്ചു കേട്ടു. ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കണം, ശ്രദ്ധിച്ചു പഠിക്കണം. അത് വെറുതെ ഒരു മനുഷ്യന്റെ വാക്കല്ല. ഒരു നോവല് ഫിക്ഷൻ വായിക്കുന്ന പോലെ ഖുർആൻ വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. അതിന് നിങ്ങൾ യു ഹാവ് ടു എക്സെപ്റ്റ് യുവർ സെൽഫ്. അതിന് നിങ്ങൾ നിങ്ങളുടേതായ സമയം കൊടുക്കണം. ഖുർആനിന്റെ കൂടെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചിരിക്കണം. ഖുർആൻ ഗിവ് ഇറ്റ്സ് ദ ഡ്യൂ റെസ്പെക്ട്സ്. ഖുർആൻ ആ ബഹുമാനം കൊടുത്തുകൊണ്ട് നിങ്ങൾ വായിക്കണം. അപ്പോഴേ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന നൂറ് കിട്ടുള്ളൂ. നല്ല വായിക്കാൻ എല്ലാവർക്കും വായിക്കാൻ പറ്റും. പക്ഷെ ഖുർആനിന് നൂറ് കിട്ടണമോ, ഇസ്തിമാ വേണം, ശ്രദ്ധിച്ചു കേൾക്കണം, ശ്രദ്ധിച്ചു പഠിക്കും വേണം. അത് ഖുർആനോട് ചെയ്യേണ്ട അദബാണ്. അപ്പോഴേ ഖുർആനിന് കിട്ടുന്ന നൂറ് കിട്ടുള്ളൂ. അല്ലാതെ ഖുർആന്റെ പരിഭാഷ വായിച്ച എത്ര ആൾക്കാരുണ്ട്? അവരെന്ത് നോക്കട്ടെ, ആ ഉദ്ദേശത്തിൽ അതിനെ അപ്രോച്ച് ചെയ്യുക അല്ല. ഇത് കോടിക്കണക്കിന് ആളുകൾ നെഞ്ചിനോട് ചേർത്ത് വെച്ചൊരു ഗ്രന്ഥമാണ്. ഈ കോടിക്കണക്കിന് മനുഷ്യന്മാർക്ക് മിസ്റ്റേക്ക് പറ്റിയെന്ന് പറയാൻ പറ്റുമോ? ചിന്തയും ബുദ്ധിയും സയൻസും വിദ്യാഭ്യാസവും PhD-യും എല്ലാവിധ വൈജ്ഞാനിക മേഖലകളും കയ്യെത്തിപ്പിടിച്ച വലിയ വലിയ പണ്ഡിതന്മാര് വരെ വിശുദ്ധ ഖുർആനിനോട് കാണിക്കുന്ന ബഹുമാനവും ആദരവും ഖുർആന്റെ ഒതന്റിസിറ്റിയെ കുറിച്ച് അവർ പറയുന്നതും കേൾക്കുമ്പോഴേ ഇതൊക്കെ വെറുതെ ആവും. ഇത്ര ആളുകൾക്കൊന്നും ബുദ്ധിയില്ല എന്നാണോ മനുഷ്യന്മാര് പറയാ? വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്ന കോടിക്കണക്കിന് പണ്ഡിതന്മാരുണ്ട്. അതാ പറയാ, സാധാരണക്കാരെ സംബന്ധിച്ചല്ലേ നമ്മൾ പറയുന്നത്. സാധാരണക്കാർ പണ്ഡിതന്മാരെ പിൻവച്ചു. അങ്ങനെ പറ്റുള്ളൂ. പണ്ഡിതന്മാരെ പഠിക്കുന്ന മുഴുവൻ സാധാരണക്കാർക്ക് പഠിക്കാൻ പറ്റുമോ? ഇല്ല. ഡോക്ടർമാരെ പഠിക്കുന്ന മെഡിസിൻ സാധാരണക്കാരെ പഠിക്കാൻ പറ്റുമോ? ഡോക്ടർ പറഞ്ഞ് കേൾക്കല്ലേ ചെയ്യുക അല്ലേ? അങ്ങനെയല്ലേ ഉസ്മാനെ ചെയ്യുക? ഡോക്ടർമാരെ നമ്മൾ വിശ്വസിക്കുക. എഞ്ചിനീയർ പറയുന്നത് നമ്മൾ അംഗീകരിക്കുകയാണ്. എഞ്ചിനീയർ പറയും ഇത്ര MM കമ്പി വേണം, ഇത്ര ഡെപ്ത് വേണം, ഇത്ര വിടുത്ത് വേണം, ഇങ്ങനെയൊക്കെ ചെയ്യണം. ഓക്കെ, അത് പഠിച്ച ആൾ അയാളാണ്.
നമ്മളത് പഠിച്ചിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ അദ്ദേഹം പറയുന്നു, അംഗീകരിക്കുന്നു. വിശുദ്ധ ഖുർആനിന്റെ പഠനം നടത്തിയ ആളുകൾ, അറബി പോലും അറിയാത്ത ആൾക്കാരെ നമ്മുടെ നാട്ടിലെ യുക്തിവാദികൾ. എന്താ ഖുർആനെ സംബന്ധിച്ച് ഇങ്ങനെ യൂട്യൂബിൽ എന്ത് സംഭവം എന്നറിയോ? ഇതിന് നല്ല ആൾക്കാരെ കിട്ടും കേൾക്കാനേ, കുറ്റം പറയില്ലേ. അപ്പൊ ആകെ ഇതിന് കേൾക്കാൻ ആൾക്കത് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ഇല്ലെങ്കിലും കുറച്ച് വ്യൂസ് കൂടും. എന്താ പറഞ്ഞു നോക്കട്ടെ, നമ്മൾ തന്നെ അങ്ങോട്ടോട്ട് ഫോർവേഡ് ചെയ്യും. അപ്പൊ ഇവർക്ക് ഭയങ്കര സംഭവം, ഇതുമ്പോൾ ജീവിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. അപ്പൊ നമ്മൾ അവർക്ക് പണി ഉണ്ടാക്കി കൊടുക്കപ്പോ ചെയ്യണത്. എത്ര കാലം പറയാൻ തുടങ്ങി, വല്ല കാര്യമുണ്ടോ? പഠിച്ച മുഴുവൻ ആളുകളും അവരുടെ മാളം അവരുടെ പത്തി മടക്കിയിട്ട് അള്ളാഹുവിന്റെ കലാമിന്റെ മുമ്പിൽ വിനയാന്വിതരായി തിരിച്ചു വന്നതാണ് അത്ഭുതം. അതാണ് അത്ഭുതം. അതുകൊണ്ട് അവർക്ക് സബ്സ്ക്രൈബേഴ്സും അവർക്ക് വ്യൂവേഴ്സും ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടി നമ്മൾ നിർത്തിവെച്ചാൽ തന്നെ അവർ ആ പരിപാടി നിർത്തും. അങ്ങനെ വേറെ ഒരു മതത്തെ ആരെ ടച്ച് ചെയ്താലും അവർ തിരിഞ്ഞു നോക്കൂല. ആരൊന്നുമില്ലല്ലോ, ആരൊന്നും പറയാൻ പോകില്ല. നമ്മൾ പറയുമ്പോഴേക്ക് നമുക്കത് വേദനയാണ്. നമ്മൾ തന്നെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് ചെയ്ത് തുടങ്ങും. അപ്പൊ അവർക്കത് ഇങ്ങനെ വ്യൂവേഴ്സ് കൂടും. അപ്പൊ കുറച്ച് പൈസ വരും അക്കൗണ്ടിൽ. ഇതിനു വേണ്ടി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശ്രദ്ധിക്കുകയും ഹബീബിന്റെ ജീവിതം പഠിക്കുകയും ചെയ്ത ഒരാളും ആ പുണ്യ ഹബീബിന്റെ ചാരത്ത് നിന്ന് തിരിച്ചു പോകൂല. അവിടത്തേക്ക് തിരിച്ചു വരും. അവിടുന്ന് ചെയ്തത് മുഴുവൻ ന്യായമാണ്. അവിടുന്ന് ചെയ്തത് മുഴുവൻ നീതി മാത്രമല്ല, ഫضലാണ്, ഔദാര്യമാണ്. അവിടുത്തെ കാഴ്ചപ്പാടുകളിൽ ഒന്നിനു പോലും ഒരു പിഴവ് അല്ലെങ്കിൽ ഇങ്ങനെ പാടില്ലായിരുന്നു എന്ന് പറയാനില്ല. പിന്നെ പഠിക്കാതെ ആരൊക്കെയോ പറഞ്ഞു വിട്ട ജൽപ്പനങ്ങൾ, അതിന് ഒതന്റിസിറ്റി പോലും നോക്കാതെ ഇങ്ങനെ മൈക്കും വെച്ചിട്ട് യൂട്യൂബിൽ വീഡിയോ ഉണ്ടാക്കി വിടുമ്പോ എത്ര മറുപടിയാണ് നമ്മൾ പറയാ? എന്തിനാ മറുപടി പറയേണ്ടത്? ജൽപ്പനങ്ങൾ പറയാ. ഒരു ചങ്ങാതി പറഞ്ഞ കേട്ടില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയും തങ്ങളെ ചേലാക്രമം ചെയ്യപ്പെട്ടവരായിട്ടാണ് വലദതുഹു മഖ്തൂനൻ വമഖ്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദ്. പുണ്യനബി തങ്ങള് ചേലാക്രമം ചെയ്യപ്പെട്ട രീതിയിലാണ് തങ്ങളുടെ ജനനമുണ്ടായത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഡോക്ടറോ വൈദ്യരോ പോയി ചെയ്തതല്ല, അത് തങ്ങളുടെ ജന്മം അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ നാട്ടിലൊരു മലയാളി യുക്തിവാദി അവരെന്താ പറയണത്, അത് അങ്ങനെ ഉണ്ടാവുന്നത് ഇൻസെസ്റ്റ് മാരേജ് ആണ്. എങ്ങനെ ഉണ്ടാവും? ഇൻസെസ്റ്റ് എന്താ പറയുക? ചോരബന്ധമുള്ള ആളുകൾ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനായി ഈ പേര് പറയാം. അങ്ങനെയുള്ള ഒരു വിവാഹമാണെങ്കിൽ അതിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ കാണാറുണ്ടോ? ഒരു എന്ത് പൊട്ടത്തരായി പറയണത്. ആമിന ബീവിയും അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു ഇവർ രണ്ടുപേരും ചോരബന്ധമുള്ളക്കാരല്ലല്ലോ. രണ്ട് കുടുംബല്ലേ. അതുപോലും പഠിക്കാതെ ആ ഒരു മഹാത്ഭുതം അത് ഇങ്ങനെ സംഭവിച്ചതാകും എന്നല്ലാതെ ഒന്നും വലിയ സംഭവമൊന്നും അല്ല. അത് ഇങ്ങനെ പിന്നെ അടുത്ത ബന്ധങ്ങളിൽ വിവാഹ ബന്ധങ്ങൾ നടക്കുമ്പോ, ചോരബന്ധങ്ങളിൽ വിവാഹം നടക്കുമ്പോ കുട്ടികളുടെ ലിംഗത്തിന് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. എന്തോ ഒരു തലയുമാരും ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് ആ ഒരു സംഭവത്തെ പുകമറയിടുക. എന്നിട്ട് പറയുന്നതോ അത് ഇൻസെസ്റ്റ് മാരേജ് ആയിരിക്കുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. പുണ്യനബി തങ്ങളുടെ ഉമ്മയും ഉപ്പയും രണ്ട് തറവാട്ടിലെ വന്നത് ആ ചരിത്രം പഠിച്ചാൽ പോരെ. ജ്യേഷ്ഠനോ അനുജനോ അല്ലെങ്കിൽ എളാപ്പമുത്ത മക്കൾ പോലും അല്ല. ഇങ്ങനെയൊക്കെ ജൽപ്പനങ്ങൾ പറയാം. ഇതിനൊക്കെ എന്താ മറുപടി പറയാ? ഇതിനൊക്കെ സമയം കളയാൻ പറ്റുമോ? വിവരമില്ലാത്ത വിളിച്ചു, നമ്മൾ മനസ്സിലാക്കിയ വിവരമില്ലായ്മയാണ് ഈ വിളിച്ചു പറയുന്നത്. അന്ധമായ വിരോധമാണ് ഈ വിളിച്ചു പറയുന്നത്. നന്മയും വെളിച്ചവും കാണാൻ ഒരു തരത്തിലും ആഗ്രഹിക്കാത്ത ആളുകളുടെ ജൽപ്പനങ്ങളാണ്. അത് ആ വഴിക്ക് ഇവിടെ ഇഗ്നോർ ചെയ്യുക. എന്തിനത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്? അത്രയും ബേസ്ലെസ് ആർഗ്യുമെന്റ്സ്. ഇതിനൊന്നും മറുപടി ഇല്ലാത്ത മുസ്ലിം ഉമ്മത്തൊക്കെ മറുപടി പറഞ്ഞ് എത്രയോ കാലം മറുപടി പറഞ്ഞ് തീർത്ത വിഷയങ്ങളാണ്. പക്ഷെ അവരിപ്പോ കണ്ടിട്ടുണ്ടാവുള്ളൂ സംഭവം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഈ ലോകത്തിന് നൽകിയ അർ-റഹ്മത്തുൽ മുഹ്ദാ, പുണ്യനിബിധങ്ങൾ ഈ ഉമ്മത്തിന് ഈ ലോകത്തിന് നൽകിയ അള്ളാഹുവിന്റെ വരദാനമാണ്. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അതന്നെ അള്ളാഹുവിന്റെ വരദാനമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇറക്കപ്പെട്ട റഹ്മത്താണ്. ഹദിയ നൽകപ്പെട്ട റഹ്മത്ത്, അർ-റഹ്മത്തുൽ മുഹ്ദാ. ഹബീബിനെ കുറിച്ച് അങ്ങനെയാ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിന്റെ ജീവിതത്തെ ഒന്ന് തോണ്ടി നോക്കാൻ പോലും ഒരു ചരിത്രപരമായ അവകാശവും ഇല്ലാത്ത ആളുകൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വറഫഅനാ ലക ദിക്റക, ഹബീബേ അങ്ങയുടെ സ്ഥാനം നാം ഉയർത്തിയിരിക്കുന്നു. നബിയേ അങ്ങയുടെ സ്ഥാനം നാം ഉയർത്തിയിരിക്കുന്നു. വലാ യഹ്സുൻക അല്ലദീന യുസാരിഊന ഫിൽ കുഫർ. നോക്കണം, ഹബീബിനെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്തത് പറയുമ്പോ അത് കേൾക്കുമ്പോൾ ഹബീബിന് വേദനയുണ്ടാകുന്നുണ്ട്. സ്വാഭാവികമാണ്. ഹബീബായ തങ്ങളെ മനുഷ്യരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ ജിന്നോ മലക്കോ അല്ല. അതുകൊണ്ട് തങ്ങളുടെ മനസ്സിന് വേദനയുണ്ട്. പക്ഷെ ഖുർആൻ പറയാൻ വലാ യഹ്സുൻക അല്ലദീന യുസാരിഊന ഫിൽ കുഫർ. പടച്ചവനില്ല എന്ന് പറഞ്ഞ്
ദൈവനിഷേധങ്ങളിലേക്ക് ഓടിപ്പോകുന്ന ആളുകളുടെ സ്വഭാവവും പെരുമാറ്റവും ആശയങ്ങളും കാണുമ്പോ കേൾക്കുമ്പോ നബിയെ അങ്ങയുടെ മനസ്സിന് വേദന തോന്നരുത്. നമുക്ക് അങ്ങനെ തോന്നും. ചില ആളുകൾ നിസ്കരിച്ചിരുന്ന ഒരാള് അല്ലെങ്കിൽ ദീനിൽ വിശ്വാസമുണ്ടായിരുന്ന ആള് എന്തേ ഇങ്ങനെ ചെയ്യുന്നത്, എന്തേ ഇവരിങ്ങനെ ആയിപ്പോയത്? വിഷമിക്കണ്ട. നല്ല നിലക്ക് ജീവിച്ചിരുന്ന നല്ലൊരു കുടുംബത്തെ ജനിച്ച ആളല്ലേ. ഇപ്പൊ നബി തങ്ങളെ കുറ്റം പറയാൻ തുടങ്ങിയിരിക്കുന്നു. അത് വേദനയുള്ള വിഷയമാണ്. പക്ഷേ ദൈവനിഷേധത്തിലേക്ക് പടച്ചവനില്ല എന്ന ആശയത്തിലേക്ക് യുസാരിഊൻ, സാറാന്നൊക്കെ പറഞ്ഞെന്താ? ഓടിപ്പോവാന്നാണ്. കാലെടുത്ത് വെച്ച് നടന്നു പോകാന്നല്ല, ഓടിപ്പോവാൻ. ദൈവനിഷേധത്തിലേക്ക് ഓടിപ്പോവുക. ചാനലിൽ നിന്ന് ചാനലിലേക്ക്, അക്കൗണ്ടുകളിൽ നിന്ന് അക്കൗണ്ടിൽ, ഗ്രൂപ്പിൽ നിന്ന് ഗ്രൂപ്പിലേക്ക്. വളരെ പെട്ടെന്നുള്ള ഓട്ടമാണിത്. യുസാരിഊൻ, അവർ പെട്ടെന്നാണ് പിന്നെ അവരുടെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. പെട്ടെന്നാണ് അവര് ദൈവനിഷേധം പറയാൻ തുടങ്ങുന്നത്. പെട്ടെന്നാണ് കുടുംബത്തെ, ജ്യേഷ്ഠാനുജന്മാരെ, പെങ്ങന്മാരെ ഒക്കെ വസ്വാസിലാക്കുന്നത്. നബിയെ അതൊന്നും കണ്ടങ്ങ് സങ്കടപ്പെടരുത് കേട്ടോ. അല്ലാഹു പറയാം, അങ്ങ് സങ്കടപ്പെടരുത്. ولا يحزنك الذين يسارعون في الكفر إنهم لن يضروا الله شيئا. അവർക്ക് ജീവൻ കൊടുത്ത പടച്ച തമ്പുരാനെ ഒട്ടും നോവിക്കാൻ അവരെ കൊണ്ടൊന്നും കഴിയില്ല നബിയെ. അവർ സ്വന്തത്തെയാണ് നോവിക്കുന്നത്, അവർ സ്വന്തത്തെയാണ് പരാജയപ്പെടുത്തുന്നത്. യുരീദുല്ലാഹു അല്ലാ യജ്അല ലഹും ഹല്ലൻ ഫിൽ ആഖിറതി വലഹും അദാബുൻ അളീം. അവർ പറയുന്ന വാക്കുകൾക്കും അവരുടെ പോസ്റ്റുകൾക്കും അള്ളാഹു വേദനാജനകമായ ശിക്ഷ കൊടുക്കുന്നുണ്ട് നബിയെ. അങ്ങ് ഒരിക്കലും അതിനെ സംബന്ധിച്ച് വേദനിക്കരുത്. അള്ളാഹു പരലോകത്ത് ഒരു സൗഭാഗ്യവും ഇല്ലാത്തവരായി റബ്ബവരെ മാറ്റുകയാണ് അവരുടെ ഈ പ്രവർത്തനങ്ങൾ കാരണം. ഖദ് നഅലമു ഇന്നഹു ലയഹ്സുനുക അല്ലദീന യഖൂലൂൻ. സൂറത്തുൽ അൻആം. ഹബീബിന്റെ മനസ്സിനെ അല്ലാഹു സമാധാനിപ്പിക്കുകയാണ് ഇവിടെ. ഖദ് നഅലമു ഇന്നഹു ലയഹ്സുനുക അല്ലദീന യഖൂലൂൻ. അവര് പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങേക്ക് വേദനയുണ്ട് എന്ന് നമുക്കറിയാം നബിയേ. അവര് പറയുന്നത് നല്ല ബുദ്ധിയും വിവേകവും ഇൽമും അറിവും, 40 വയസ്സുവരെ തമാശയിൽ പോലും ഒരു കളവ് പറഞ്ഞിട്ടില്ല എന്ന് അവർക്കറിയുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടുന്നെങ്കിലും വരുന്നല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയും, അവിടുന്ന് വന്നാണ്, ആ ദ്വീപിന്ന് വന്നതാ, ഇവിടുന്ന് വന്നതാ. അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് പോലും നമുക്ക് അറിഞ്ഞോളുന്നില്ല. അവിടെ നല്ല ആളായിരിക്കും, അല്ലായിരിക്കാം, നമുക്കറിയില്ല. എവിടുന്നോ വന്ന് കുടിയേറി പാർത്തു, എന്തിനവര് വന്നു നമുക്കറിയില്ല. അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷെ തങ്ങളുടേത് അങ്ങനെയല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ ഇടയിൽ ജീവിച്ചവരാണ് നബി തങ്ങൾ സ്വല്ലല്ലാഹു. 40 കൊല്ലം വരെ ഒരു തമാശയിൽ പോലും നുണ പറയാത്ത ഒരാൾ 40 കഴിഞ്ഞിട്ട് അള്ളാന്റെ പേരിൽ നുണ പറയുമോ? അതും നിങ്ങൾ എനിക്ക് 5 പൈസ തരരുത് എന്ന് പറഞ്ഞിട്ടാണ് നബി തങ്ങൾ ദഅവത്ത് ചെയ്യുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻ അജ്രിയ ഇല്ല അലല്ലാഹ്. ഞാൻ ചെയ്യുന്നതിന് പ്രതിഫലം എനിക്ക് അള്ളാഹു തരും, നിങ്ങൾ ആരും എനിക്ക് ഒരു ചുക്കും തരണ്ട. അങ്ങനെ ഒരു അധ്യാപനം നടത്തുന്ന ഒരാൾ അള്ളാഹിനെ വെച്ച് നുണ പറയാൻ വല്ല സാധ്യതയുണ്ടോ? പിന്നെ സാധ്യതയുള്ളത് എന്തിനാ? അള്ളാഹിന്റെ പേരിൽ നുണ പറഞ്ഞിട്ട് എന്തെങ്കിലും ചില്ലിക്കാശ് ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. തങ്ങൾ സമ്പാദിച്ചിട്ടില്ലല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഫഖീറായിട്ടല്ലേ ജീവിച്ചത്, മിസ്കീനായിട്ടല്ലേ തങ്ങൾ വഫാത്തായത്. അങ്ങനെ പിന്നെ എന്തിനു തങ്ങൾ നുണ പറയണം? ഇത്രയും കാലം നുണ പറഞ്ഞ ഒരു ഇൻസ്റ്റൻസ് പോലും ചൂണ്ടിക്കാണിക്കാനില്ല. അതല്ലേ ഹബീബിന്റെ ശത്രുക്കൾക്ക് പോലും അത് പറയാൻ കഴിയില്ല. ചരിത്രം മുസ്ലിമീങ്ങൾ അമുസ്ലിമീങ്ങൾ എഴുതി വെച്ച ചരിത്രമുണ്ട് ഹബീബിന്റേത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ല ഒരു ഈവൻ എ സിംഗിൾ ഇൻസ്റ്റൻസ് ടു പ്രൂവ് ഹി ലൈഡ് ഇൻ ഹിസ് ലൈഫ്. ഇല്ല. പിന്നെ എങ്ങനെ തങ്ങൾ നുണ പറയും? എന്തിനു തങ്ങളെ തെറ്റിദ്ധരിക്കണം? ഞാൻ അതാ ചോദിക്കുന്നത്. ഒരുപാട് മതത്തിന്റെ പേരിൽ എഴുന്നള്ളുന്ന ആൾ ദൈവങ്ങൾ ഒരുപാടുണ്ട്. അവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ കോടീശ്വരന്മാരും ലക്ഷറിയും ആർഭാടവും മാത്രം പിന്നിൽ കണ്ടുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്ന ആളുകൾ എത്രയോ ഉണ്ട്, ഇല്ലേ? ഹബീബായ തങ്ങൾക്ക് അങ്ങനെ വല്ല ലക്ഷ്യമുണ്ടായിരുന്നു? തങ്ങൾ എന്തിന് വഫാത്താകുന്ന സമയത്ത് വീട്ടിലൊരു മണ്ണിന്റെ കോപ്പയും ഒരു തോലിന്റെ വിരിപ്പുമല്ലാതെ ആ വീട്ടിലൊന്നുമില്ല. തങ്ങളുടെ വാള് പോലും ഒരു ജൂതന്റെ കയ്യിലാണെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന് തങ്ങൾ ഈ ത്യാഗം ചെയ്തു? എന്തിന് ബദറും ഉഹദും ഖന്തഖും ഹുനൈനും നുണ പറയാനോ? ആർക്ക് വേണ്ടി? ജനങ്ങളോട് വല്ലതും വാങ്ങിച്ചോ തങ്ങള്? സകാത്ത് കൊടുക്കണമെന്ന് ഇസ്ലാമിന്റെ നിയമമാണ്.
അള്ളാഹു ചെയ്തൊരു ഹിക്മത്ത് നോക്കണം. സക്കാത്ത് അഹ്ലുബൈത്തിനോ പ്രവാചകർക്കോ അവിടുത്തെ അഹ്ലുബൈത്തിനോ സക്കാത്ത് വാങ്ങിക്കാൻ പാടില്ല. അവർ മിസ്കിന്മാരാണെങ്കിൽ പോലും അതെങ്ങാനും നബിതങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും എന്നാണ് നിയമമെങ്കിൽ, സപ്പോസ് ശത്രുക്കൾക്ക് പറയായിരുന്നു തങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ സക്കാത്തിന്റെ ഇബാദത്ത്, പക്ഷെ തങ്ങൾ സക്കാത്ത് അഹ്ലുബൈത്തിന് പറ്റൂല, എനിക്കും എന്റെ അഹ്ലിലും അത് പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വല്ലവരും തങ്ങൾ അങ്ങനെയല്ലേ പറയാ? മഹാദല്ലാഹ്. എന്നിട്ട് എന്തിന് തങ്ങളെ തെറ്റിദ്ധരിക്കണം? ഇതൊക്കെ പറഞ്ഞു തന്നതോ ലോകത്ത് ഏറ്റവും മനോഹരമായ ചിന്തകൾ, ഹിക്മത്തുകൾ, വേർഡ്സ് ഓഫ് വിസ്ഡം, ജീവിതത്തിന്റെ ലക്ഷ്യം, ഏറ്റവും മനോഹരമായ ജീവിത വഴികൾ, തങ്ങളുടെ ചിന്തകൾ, തങ്ങൾ നമുക്ക് കൈമാറിയ ആശയങ്ങൾ എത്ര മനോഹരമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. ഫലാ യഹ്സുൻക ഖൗലുഹും, നബിയെ അവര് പറയുന്ന വാക്കുകൾ കാരണം അങ്ങ് സങ്കടപ്പെടരുതേ നബിയെ. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ നിഅമത്താണ് ഹബീബിനെ അള്ളാഹു ആശ്വസിപ്പിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഹബീബിനെ ആശ്വസിപ്പിക്കുക. സൂറത്ത് യാസീൻ അല്ലേ? ഫലാ യഹ്സുൻക ഖൗലുഹും, അവര് പറയുന്ന വാക്കുകൾ കേട്ടുകൊണ്ട് അങ്ങ് സങ്കടപ്പെടരുത് നബിയേ. അവിടെ വഖഫ് ചെയ്യാം. ഇന്നാ നഅലം, നമുക്കറിയാം, മാ യുസിറൂൻ, അവരെന്താണ് അടക്കം പറയുന്നത്, മെല്ലെ പറയുന്നത്, അവരുടെ മാത്രം സർക്കിളിൽ ഗ്രൂപ്പുകളിൽ അവർ പ്രചരിപ്പിക്കുന്നത്, വമാ യുഅ്ലിനൂൻ, പുറം ലോകം അറിയാൻ വേണ്ടി പറയുന്നതും, ഇതൊക്കെ നമുക്കറിയാം നബിയെ. ഇത് ഖുർആനിൽ അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അന്ന് നടന്നൊരു സംഭവം ഖിയാമത്ത് നാൾ വരെ ഓതപ്പെടുന്ന ആയത്തായി അല്ലാഹു രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്തേ കാരണം എന്നറിയോ? ഇങ്ങനെ പുണ്യനിബിതങ്ങളുടെ മേക്കിട്ട് കയറുന്ന ആൾക്കാര് രഹസ്യവും പരസ്യവുമായി ഈ പണി ചെയ്യുന്നവര് ഖിയാമത്ത് നാൾ വരെ ഉണ്ട്. അതിന് മുസ്ലിമീങ്ങൾ വേദനിക്കരുത്. അള്ളാഹുവിന്റെ ആജ്ഞയാണത്. അള്ളാഹു സമാധാനിപ്പിക്കുകയാണത്. തങ്ങളുടെ കാലശേഷം ഈ ഉമ്മത്തിന്റെ ദഅവത്തും ഉമ്മത്തിന്റെ നവോത്ഥാനവും ഏറ്റെടുക്കുന്ന പണ്ഡിതന്മാർ, അവർക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. പക്ഷേ അതിൽ ടെൻഷൻ അടിക്കരുത്. ഫലാ യഹ്സുൻക അല്ലദീന യഖൂലൂൻ ഫഇന്നഹും ലാ യുകദ്ദിബൂനക വലാകിന്ന അൽളാലിമീന ബിആയാതില്ലാഹി യജ്ഹദൂൻ ഖദ് നഅലമു ഇന്നഹു ലയഹ്സുനുക അല്ലദീ യഖൂലൂൻ. അവര് പറയുന്നത് കാരണം അങ്ങയുടെ മനസ്സിന് വേദനയുണ്ട് എന്ന് നബിയെ നമുക്കറിയാം. ഫഇന്നഹും ലാ യുകദ്ദിബൂനക, അങ്ങയെ മാത്രമല്ല അവർ കളവാക്കുന്നത്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയാണ് അവർ കളിയാക്കുന്നത്, അവരെ പരിഹസിക്കുന്നത്, അവരെ നിഷേധിക്കുന്നത്. അള്ളാഹ് പടച്ച ഈ ശരീരം പോലും വെറുതെണ്ടായതാണ് എന്ന് പറയുന്നവരല്ലയോ അങ്ങ് റസൂലല്ല എന്ന് പറയുന്നത്? അവരുടെ ശരീരം പോലും എത്ര വലിയ ദൃഷ്ടാന്തമാണ്. ഇത് വെറുതെണ്ടായി എന്ന് പറയാം, പ്രപഞ്ചം വെറുതെണ്ടായി എന്നങ്ങ് പറയാം, സൂര്യചന്ദ്ര ഗോളാദികൾ ഇതൊക്കെ വെറുതെണ്ടായതാണെന്ന് പറയാം. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുക, കറങ്ങിക്കൊണ്ടിരിക്കുക. കഅബക്ക് ചുറ്റും നമ്മൾ കറങ്ങുന്ന പോലെ ഇടത്തു നിന്ന് വലത്തോട്ട് ഈ സർക്കിളിങ്, ഒരു നക്ഷത്രവും അടുത്ത നക്ഷത്രത്തിന്റെ ട്രാക്കിലേക്ക് പോയി കുത്തുന്നില്ല. നമുക്ക് നമ്മുടെ റോഡുകൾ എത്ര റഡാർ വെച്ചിട്ടും ആക്സിഡന്റ് കുറക്കാൻ പറ്റുന്നില്ല. എത്രയെല്ലാം സംവിധാനങ്ങൾ ചെയ്തിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. മുറങ്ങിപ്പോകുന്നു, അശ്രദ്ധയിലാകുന്നു, ഫോൺ നോക്കുന്നു, ഇടിക്കുന്നു, മുട്ടുന്നു. അള്ളാഹുവിന്റെ ഈ ലോകം കോടിക്കണക്കിനാണ്. നമ്മളതിന് വിഷയം പറഞ്ഞിട്ടുണ്ട്. 4% നമ്മൾ കണ്ടിട്ട് തന്നെ ഉള്ളൂ, ബാക്കി 96 കാണാത്ത ലോകമാണ്, ബ്ലാക്ക് മാറ്ററുകളാണ്. എന്നിട്ട് പോലും ഒരു കൊളീഷൻ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നില്ല. ഇതൊക്കെ വെറുതെ ഉണ്ടായതാണ് എന്ന് പറയുന്നൊരു മനുഷ്യൻ, അവരെ നിഷേധിക്കുന്ന അങ്ങയെ മാത്രമല്ല നബി, അള്ളാഹുവിന്റെ ഈ ദൃഷ്ടാന്തങ്ങളെ മൊത്തമാണ് അവരെ നിഷേധിക്കുന്നത്. പഠിച്ചവനില്ല, നിയമമില്ല എന്ന് പറഞ്ഞാൽ ആർക്കാ സന്തോഷം ഇല്ലാണ്ടിരിക്കുക? തോന്നിയത് ചെയ്യാം. നാളെ മുതൽ മലയാളി പറയാ കമ്പനിക്ക് ഇനി നിങ്ങൾ തോന്നുമ്പോൾ വന്നാൽ മതി. ആരെങ്കിലും പോവോ കമ്പനിക്ക്? എത്ര നല്ല രസമുള്ള നിയമമാണത്. രാവിലെ പഞ്ചെയ്യേണ്ട ആവശ്യമില്ല, ഐസ്കാൻ വേണ്ട, തമ്പ് വേണ്ട, ഒപ്പിടണ്ട. നിങ്ങൾ തോന്നുമ്പോ വന്നോ, തോന്നുമ്പോ പോയിക്കോ. ഒരു നിയമം അവിടെ ഇല്ല. പണിയെടുക്കണോടുത്തോ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ശമ്പളം തരും. ഇത് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കേൾക്കാൻ രസമല്ലേ? ഇതന്നെയാണ് യുക്തിവാദത്തിലേക്ക് ആളുകൾ പോകുന്നത്. എന്തേ? കള്ളു കുടിക്കണ്ടെന്നല്ലേ ഇസ്ലാം, നിങ്ങൾ കുടിച്ചോ എന്നല്ലേ ഇവര് പറയണത്. വ്യഭിചരിക്കരുത് ഇസ്ലാം പറയാം, അതൊക്കെ ചെയ്തോന്നാ അവര് പറയാ. എന്താ നിങ്ങൾക്ക് ഇഷ്ടം അത് ചെയ്തോ? ഒരു നിയമം അവിടെ എല്ലാവർക്കും വെറുതെ പറയാണ്. സംഭവ രസമുള്ള പരിപാടിയാണത്. പക്ഷേ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തുമ്പോഴാണ് അവർ തിരിച്ചറിയുക എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്.
അങ്ങയെ മാത്രമല്ല അവരെ നിഷേധിക്കുന്നത്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ മൊത്തമാണ് ഇവരെ നിഷേധിക്കുന്നത്. فإنهم لا يكذبونك ولكن الظالمين بآيات الله يجحدون. ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു നൽകിയ നിഅമത്തുകളുടെ ഏറ്റവും വലിയൊരു ഭാഗം വമാ കാന ലക്കും അൻ തുഉദൂ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങളാരും വേദനിപ്പിക്കരുത്. സൂറത്തുൽ അഹ്സാബ്. വമാ കാന ലക്കും അൻ തുഉദൂ റസൂലല്ലാഹ്, എന്റെ റസൂലിന് വേദനയുണ്ടാക്കുന്നതൊന്നും നിങ്ങൾ പറയരുത്. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത്, പുണ്യനബിയുടെ ഉമ്മയും വാപ്പയും നരകത്ത് പോവുക എന്ന് പറഞ്ഞാൽ അത് ഹബീബിന് ഇഷ്ടമാകുമോ? അത് ഇഷ്ടമാകുമോ? എന്തൊക്കെ തെളിവുകൾ വെച്ച് പറയുകയാണെങ്കിൽ പോലും ആ തെളിവുകൾക്ക് സത്യസന്ധരും അഗാധമായ ജ്ഞാനമുള്ള ആലിമീങ്ങളും സൂക്ഷ്മതയോടുകൂടെ കൊടുത്തൊരു വ്യാഖ്യാനമുണ്ട്. അവര് നാജിയാൻ, അവർ രണ്ടുപേരും രക്ഷപ്പെടുന്നവരാണ് എന്നാണ് ഇതിനർത്ഥം. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തുന്നവരാണ് എന്നാണ് ഇതിനർത്ഥം. അവര് ഫതറത്തിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയവരാണ്. ഒരു നബി പോലും വന്നിട്ടില്ലാത്ത കാലക്കാർ. ഫതറത്തിന്റെ കാലം ഈസാ നബിയുടെയും നമ്മുടെ ഹബീബിന്റെയും ഇടയിൽ വന്ന 500-ലേറെ കൊല്ലങ്ങളുടെ ആ ഒരു ഗ്യാപ്പിൽ ജീവിച്ചു പോയ ആളുകൾ അവർ സ്വർഗത്തിലാണ്. ഉലമാഇന്റെ ഇജ്മാഅാണ്. കാരണം ഒരു ദഅവത്ത് കിട്ടാത്ത ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ ഹബീബിന്റെ ഉമ്മയും ഉപ്പയെ കുറിച്ചൊക്കെ കൂളായിട്ട് എഴുതി വിടില്ലേ? അവർ നരകത്തിലാണ്. അസ്തഗ്ഫിറുല്ലാഹ്. ഇത് ഹബീബിനെ വേദനിക്കുന്ന കാര്യമല്ലേ? തങ്ങളതറിഞ്ഞാൽ തങ്ങൾക്ക് വേദന ഉണ്ടാവോ? സ്വന്തം ഉമ്മ നരകത്തിലാന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും സന്തോഷം ഉണ്ടാവോ? ഇങ്ങനെ ലോകത്തിന്റെ നൂറായി വരുന്ന ഇത്രയും വലിയൊരു മഹാത്മാവായ പുണ്യ നബിയുടെ മാതാപിതാക്കൾ മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളും അല്ലെങ്കിൽ അതിന്റെ ഒരു അനൗചിത്യം എന്ന് ആലോചിച്ച് നോക്കൂ. ഹബീബിന്റെ മഹത്വം ഇതാണ്. എന്നിട്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിലെ പച്ചയിൽ എഴുതി വിടുക. ആ ഹദീസിന് ആഹാദുകളായ ഹദീസുകളുടെ നിയമം എന്താണ്, അതിനെ സംബന്ധിച്ച് മസലകൾ എന്താണ് നമ്മൾ പറയേണ്ടത്, അത് നിരുപാധികം പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ? ഇത് സംബന്ധമായിട്ടുള്ള ഒരു അറിവും ഹദീസിനെ സംബന്ധിച്ച് കേൾക്കാതെ ആ പരിഭാഷ വായിച്ചിട്ടാണ് പറയാം. ഭയങ്കര ഗുരുതരമായ തെറ്റ, അതബ് കേടാണത്. അതബ് കേടാന്നാ പറയാ. വമാ കാന ലക്കും അൻ തുഉദൂ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങളാരും വേദനിപ്പിക്കരുതേ. ഹബീബിന് വേദന ഉണ്ടാക്കുന്ന വാക്കല്ലേ അത്? മിണ്ടാതിരിക്കുക. അറിയില്ലേ? മിണ്ടാതിരിക്കുക. അതൊക്കെ പറഞ്ഞിട്ട് എന്താ കിട്ടാൻ പോകുന്നത്? തങ്ങളുടെ ഉമ്മയിപ്പോ നരകത്തിൽ പറയരുത്. നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഇമാം സുയൂത്തി തങ്ങൾ ഇതിനെ സംബന്ധിച്ച് എഴുതിയ റിസാലുണ്ട്. അത് ആ വിഷയം മാത്രം രേഖപ്പെടുത്തി മഹാനവറുകൾ എഴുതി വെച്ചത്. ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ഇതിനെ സംബന്ധിച്ച് വ്യാഖ്യാനിച്ചത്. നമ്മുടെ പണ്ഡിതന്മാർ ഗവേഷണം നടത്തിയ വിഷയമാണത്. ഒരു ഹദീത്ത് വെച്ചിട്ടോ ഒരു ആയത്ത് വെച്ചിട്ടോ ഒരു നിയമം നടപ്പാക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരു നിയമം അങ്ങോട്ട് പറയാൻ പാടില്ലെന്നാണ്. അതിൽ സൂക്ഷ്മത വേണം, അതവ് പാലിക്കണം. അല്ലാഹുവിന്റെ റസൂലിന് വേദനയുണ്ടാക്കുന്നത് നിങ്ങളാരും ചെയ്യാൻ പാടുള്ളതല്ല. സൂറത്തുൽ അഹ്സാബ്. ഇന്നല്ലദീന യുഅ്ദൂന അല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വൽആഖിറ വഅദ്ദ ലഹും അദാബൻ മുഹീനാ. മഹാനായ അല്ലാമ ഇബ്നുൽ അറബിയോട് ഹബീബായ നബി തങ്ങളുടെ വാപ്പയും ഉമ്മയും നരകത്തിലാണ് എന്ന് പറയുന്നവരുടെ വിധി എന്താണ് എന്ന് ചോദിച്ചപ്പോ മൽഊനൂൻ, അവർ ശപിക്കപ്പെട്ടവരാണ് എന്ന് അല്ലാമ ഇബ്നുൽ അറബി തങ്ങൾ മറുപടി കൊടുത്തു. ഈ ആയത്താണ് അതിന്റെ തെളിവ് പറഞ്ഞത്. അവര് ശപിക്കപ്പെട്ടവരാണ്. വിവരമില്ലാത്തത് കൊണ്ടാണ്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അങ്ങനെ ഉണ്ടാവും. നാട്ടിൽ വിവരം ഉള്ളത് ശ്രദ്ധിക്കാൻ പോലും താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട്. അവരുദ്ദേശിച്ചത് മറുപടി കിട്ടണം. അപ്പൊ അതിന് കട്ടും പേശം ചെയ്തിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി വീഡിയോ ഇട്ട് വിടുക. എന്താണ് ആ പറഞ്ഞ കാര്യം, എന്താണ് ആ പറയാൻ പോകുന്നത്, ഇതുപോലും ശ്രദ്ധിക്കാതെ വീഡിയോ ഉണ്ടാക്കിയിട്ട് വൈറലാക്കുക, അങ്ങനെ പൈസ ഉണ്ടാക്കുക. ഇതാണ് നമ്മുടെ നാട്ടിലത്തെ അവസ്ഥ. വല്ലാത്ത അത്ഭുതമാണ്, ഭയങ്കര അത്ഭുതമാണ്. നമ്മൾ പറഞ്ഞിരുന്നു റസൂലുള്ളാഹി തങ്ങളുടെ മൗലിദോ കാര്യങ്ങളോ സ്വഹാബികളോ ഇവരാരും ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചത് ചെയ്യാൻ പാടില്ലാത്ത വിഷയമല്ല. കാരണം ദീനിൽ ബിദ്അത്തും ഹസനത്തും സയ്യിഅത്തും രണ്ടുമുണ്ട് എന്ന് ഇമാം ഷാഫിഈ തങ്ങളുടെയും അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെയും ഖൗൽ ഉദ്ധരിച്ചുകൊണ്ട് അന്നില്ലാത്തത് മുഴുവൻ ചെയ്യാൻ പാടില്ല എന്ന് ഒരിക്കലും അതിനർത്ഥമില്ല എന്ന് പറയാൻ പോയ വിഷയം അവിടെ നിന്ന് കട്ട് ചെയ്തു. അത് ചെയ്തിട്ടില്ലാതെ സത്യം കണ്ടില്ലേ? ഞങ്ങൾ പറഞ്ഞതല്ലേ സത്യത മൂല്യര് പറയുന്നു. എന്ത് ഫിത്തനക്കാര് റബ്ബേ, എന്ത് ഫിത്തനായി പറയേണ്ടത്. ഒരു കാര്യം പറയുന്നത് നമ്മൾ പറയുന്ന ആശയം മുഴുവൻ കേൾക്കാൻ അത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് മുഴുവൻ പറഞ്ഞു കേൾക്കാൻ നമുക്കൊരു അവകാശമല്ലേ? നമ്മൾ പറഞ്ഞ ആശയം അതല്ലല്ലോ.
തങ്ങൾ സ്വഹാബത്തും ചെയ്തിട്ടില്ല എന്നാ പിന്നെ ചെയ്യണ്ടെന്നാ അവര് പറയാൻ പോകുന്നത്. തങ്ങളും സ്വഹാബത്തും ചെയ്യാത്ത എത്രയോ കാര്യം മുസ്ലിം ഉമ്മത്ത് ഇന്ന് ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാം അത്ര വിശാലമാണ്. ഇത് സങ്കുചിതമാക്കി ഇടുക്കി കൊണ്ടുവന്ന് വേണ്ട 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 എന്ന് പറഞ്ഞ് ഇല്ലായ്മ മാത്രം പറഞ്ഞു കൊടുത്തുകൊണ്ട് എത്രയോ മുഅ്മിനീങ്ങളുടെ ഇബാദത്തുകളും ഈമാനും എത്രയോ ആളുകൾക്ക് പ്രയാസമായിട്ടുണ്ട്. എത്രയോ ആളുകൾക്ക് വസ്വാസിലാക്കി മുഅ്മിനീങ്ങളെ അകപ്പെടുത്തിയിട്ടുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിലെങ്കിലും ആ ഒരു നീതി പാലിക്കുക, പറയണത് കേൾക്കുക, എന്താണ് ആ വിഷയം എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ വീഡിയോ എന്താ ഉണ്ടായിക്കോ. വമാ കാന ലക്കും അൻ തുഖ്ദു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന് വേദന ഉണ്ടാക്കുന്നത് ചെയ്യരുത്. ഇന്നല്ലദീന യുഅ്ദൂന അല്ലാഹ വറസൂലഹു, ഇന്നല്ലദീന യുഅ്ദൂന അല്ലാഹ വറസൂലഹു, ഹബീബായ തങ്ങളുടെ മാതാപിതാക്കൾ നരകത്തിലാണ് എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ആളുകൾ മൽഊനൂൻ, ശപിക്കപ്പെട്ടവരാണ് എന്ന് അല്ലാമ ഇബ്നുൽ അറബി തങ്ങൾ പറഞ്ഞിട്ട് ഈ ആയത്താണ് ഓതുന്നത് സൂറത്തുൽ അഹ്സാബിലെ. ഇന്നല്ലദീന യുഅ്ദൂന അല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വിഷമിപ്പിക്കുന്നവർ ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ, ഈ ലോകത്തും നാളെ പരലോകത്തും അല്ലാഹു ശപിച്ചിരിക്കുന്നു. വഅഅദ്ദ ലഹും അദാബൻ മുഹീനാ, നിന്ദ്യമായ ശിക്ഷ അല്ലാഹു അവർക്ക് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ സൂറത്തുൽ അഹ്സാബിലെ ആയത്ത് ഓതിയിട്ട് മഹാൻ പറഞ്ഞു, പുണ്യ നബി തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് പറയുന്നത് ഹബീബിനെ വേദനിപ്പിക്കലല്ലയോ? ഹബീബിനെ വേദനിപ്പിക്കുന്നവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ലഅനത്തല്ലയോ? അതുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങുക, അത്രേ പറയുള്ളൂ. അവര് നരകത്തിലേക്ക് പോകുന്നവരാണെന്ന് പറയല്ല, തൗബ ചെയ്ത് മടങ്ങുക, പശ്ചാത്തപിക്കുക, തെറ്റുകൾ തിരുത്തുക, ആശയങ്ങൾ തിരുത്തുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാക്കാനുണ്ടാകും. മനസ്സിലാക്കിയിട്ട് തന്നെ മുന്നോട്ട് പോവുക, അതിനൊന്നും കുഴപ്പമില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ നബി, ഹബീബായ നബി തങ്ങളുടെ വിവാഹം നടന്ന ദിവസം പുണ്യനബി തങ്ങളുടെ വീട്ടിലെ ഭക്ഷണം ഒരുക്കി വെച്ചപ്പോ ഭക്ഷണം കഴിക്കാൻ വന്ന ആളുകൾ ഭക്ഷണം കഴിച്ചിട്ട് സൊറ പറഞ്ഞിരുന്നു നബി തങ്ങളുടെ വീട്ടില്. അതിനെ സംബന്ധിച്ച് ആയത്തിറങ്ങി. എന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മാന്യമായ സ്വഭാവം കാരണം നിങ്ങളൊന്ന് ഇറങ്ങി പോകുമോ? അല്ലെങ്കിൽ എനിക്ക് എന്റെ കുടുംബത്തോടു കൂടെ ഇരിക്കണം, ഇതെന്റെ പ്രൈവറ്റ് സമയമാണ്, എന്റെ വീട്ടുകാരോടൊപ്പം ഇരിക്കേണ്ട സമയമാണ്, നിങ്ങളോട് ഇത്രയും നേരം സൊറ പറഞ്ഞിരുന്നാൽ എനിക്ക് എന്റെ കുടുംബത്തെ കാണാൻ കഴിയില്ല എന്ന് നിബിതങ്ങൾക്ക് പറയാൻ മടിയാണ്. അതുകൊണ്ട് അല്ലാഹു തആല ആയത്തിറക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, ലാ തദ്ഖുലൂ ബുയൂതൻ നബി ഇല്ലാ അൻ യുഅ്ദന ലക്കും ഇലാ തുആം ഗൈറ നാദിരീന ഇനാഹ്, ഹബീബായ നബി തങ്ങൾ നിങ്ങൾ ഒരു ഭക്ഷണത്തിന് ക്ഷണിച്ചാലല്ലാതെ ഹബീബിന്റെ വീട്ടിലേക്ക് നിങ്ങൾ ചെല്ലരുത്, അവിടെ ഇങ്ങനെ കാത്തിരിക്കരുത്. ഹബീബ് വിളിച്ചെങ്കിലേ ചെല്ലാൻ പാടുള്ളൂ. വലാകിൻ ഇദാ ദുഈതും ഫദ്ഖുലൂ, നിങ്ങൾക്ക് ക്ഷണം കിട്ടിയാൽ ആ വീട്ടിലേക്ക് കടന്നോളൂ. ഫഇദാ തുഇംതും ഫന്തശിറൂ, ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. വലാ മുസ്തഅനിസീന ലിഹദീസ്, അവിടെ ദീർഘനേരം സൊറ പറഞ്ഞിരിക്കരുത്. ഇന്ന ദാലികും കാന യുദിൻ നബി, അല്ലാഹുവിന്റെ റസൂലിനെ അത് വേദനിക്കുന്നുണ്ട്. ഫയസ്തഹീ മിൻകും, നിങ്ങളോടത് പറയാൻ നബിക്ക് നാണമുണ്ട്. വല്ലാഹു ലാ യസ്തഹീ മിനൽ ഹഖ്, അല്ലാഹുവിന് സത്യം പറയാൻ നാണമില്ല എന്ന് അല്ലാഹു ആയത്തിറക്കിയത്. ഹബീബിന്റെ മനസ്സിന് വിഷമുള്ള കാര്യം സ്വഹാബത്തെ നിങ്ങൾ ചെയ്യരുത്. അന്ന് നടന്നൊരു കാര്യമാണത്. പക്ഷെ ഇന്നും ഖുർആനിൽ ഖിയാമത്ത് നാൾ വരെ നമ്മൾ ഓതുകയാണ്, അല്ലാഹു ഹബീബിനെ കണ്ട രീതി ഇങ്ങനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ മനസ്സ് കല്യാണം കഴിഞ്ഞന്ന് ഹബീബായ തങ്ങൾ ഇവിടുത്തെ കുടുംബത്തോടുകൂടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മഗ്‌രിബ് കഴിഞ്ഞ് ഇശാ കഴിഞ്ഞ് സൊറ തീരണ്ടേ? ചില ആളുകൾ അങ്ങനെ ഉണ്ടാവും, ഒരു നോൺ സ്റ്റോപ്പ് വർത്താനുണ്ടാവും. അപ്പൊ ആ സാഹചര്യം മനസ്സിലാക്കണം എന്നാണ്. അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്, ആ വീട്ടുകാര് പിന്നെ അവരുടെ ചുറ്റുപാട് എന്താണ്, അവനവന്റെ കാര്യം കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് പോരണം. എന്ത് ചെയ്യരുത്? പുണ്യ നബി നിങ്ങളെ വിഷമിപ്പിക്കരുത്. ഹബീബായ നബി നിങ്ങൾക്കത് പറയാൻ മടിയുണ്ട്, അള്ളാഹ്ക്കത് പറയാൻ മടിയില്ല. എന്തൊരു മനോഹരമായ ആയത്ത് സൂറത്തുൽ അഹ്സാബിലാണ് ഇതൊക്കെ വരുന്നത്. യാ അല്ലാഹ്, പുണ്യ നബിയെ ഇങ്ങനെയാണ് അള്ളാഹു കണ്ടത്. ലാ തജ്അലൂ ദുആ അർ-റസൂലി കദുആഇ ബഅദികും ബഅദാ, നിങ്ങൾ പരസ്പരം പേര് വെച്ച് വിളിക്കുന്ന പോലെ അള്ളാഹുവിന്റെ റസൂലിന് പേര് വെച്ച് വിളിക്കരുതേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലായവരെ എന്ന് പറയും. എന്നിട്ടേ പറയുള്ളൂ എന്റെ ഉപ്പാന്ന്. ആയിഷ ബീവി എന്റെ ഭർത്താവേ യാ സൗജി എന്നല്ല പറയാ, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ തിരുദൂതരായവരെ. അവിടുത്തെ
സുഹൃത്തുക്കളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കൂടെ കഴിഞ്ഞ ഒപ്പം പഠിച്ചവരെന്നൊക്കെ പറയില്ല നമ്മള്. അപ്പൊ ഒരു എടാപോട ബന്ധമൊക്കെ ഉണ്ടാവൂലേ? പക്ഷേ തങ്ങളോട് സിദ്ദീഖ് തങ്ങളെങ്ങനെ വിളിക്കുക? യാ റസൂലല്ലാഹ്. ഉമർ തങ്ങളെങ്ങനെ വിളിക്കുക? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലായവരെ. തങ്ങളെക്കാളും പ്രായം കൂടിയ ആളുകളുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു, യാ റസൂലല്ലാഹ്. തങ്ങളുടെ എളാപ്പയാണ് മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബ്ബാസ് എന്ന എളാപ്പ സ്വന്തം ജ്യേഷ്ഠന്റെ മോൻ എന്താ വിളിക്കാന്നറിയോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ. ആലോചിച്ചു നോക്കി. അങ്ങനെ ഒരു മഹത്വം ഖൽബുകളിലേക്ക് ഇറങ്ങാൻ മാത്രം വലിയൊരു വ്യക്തിത്വമായിരുന്നു അഷ്റഫ് ഖൽഖ് തങ്ങൾ എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ കാലഘട്ടത്തിൽ ജീവിച്ചു. പക്ഷെ നുബുവത്ത് കഴിഞ്ഞപ്പോ ആ സാധാരണത്വമല്ല നബിയിൽ പിന്നെ അവർ കാണുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് മുഴുവൻ യാ റസൂലല്ലാഹ് എന്ന് വിളിയാണ്. യാ റസൂലല്ലാഹ്. തങ്ങളെക്കാൾ പ്രായം കൂടിയവരവിടെ ഉണ്ട്, പ്രായം കുറഞ്ഞവരവിടെ ഉണ്ട്. സ്വന്തം എളാപ്പ അബ്ബാസ് എന്നവരോട് ചോദിച്ചില്ല, നിങ്ങളാണോ നബി തങ്ങളാണോ മൂത്തത്? അബ്ബാസ് എന്ന് കൊടുത്ത മറുപടി ഓർമ്മല്ലേ? ഹു അക്ബറു മിന്നി, എന്നെക്കാളും മൂത്തത് നബി തങ്ങളാണ്. വലാകിന്നി ഉലിത്തു ഖബ്ല, പക്ഷെ ഓരോ മുമ്പ് ഞാൻ ജനിച്ചിട്ടുണ്ട് കേട്ടോ. ആരാ വലുത് എന്നാ ചോദിച്ചത്? വലുത് നബി തങ്ങൾ തന്നെയാണ്, പക്ഷെ കുറച്ച് ഞാൻ നേരത്തെ ജനിച്ചിട്ടുണ്ട്. വലാകിന്നി ഉലിത്തു ഖബ്ല, അവരുടെ മുമ്പ് ഞാൻ ജനിച്ചിട്ടുണ്ട്, പക്ഷെ വലുത് നബി തങ്ങൾ തന്നെയാണ് സല്ലല്ലാഹു. എളാപ്പ പറയാ ജ്യേഷ്ഠന്റെ മോനെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബഹുമാനം കിട്ടുമാർ ഹബീബിന്റെ വ്യക്തിത്വം അവിടെ വ്യക്തമായിട്ടുണ്ട്. ഇതൊരു ചരിത്രമല്ലേ? 1,24,000 ആളുകൾ ആ ഹബീബിന്റെ മുമ്പിൽ വന്ന് കരയാണ്. അവിടുത്തെ വിയോഗം, അവിടുന്ന് ലോകത്തോട് യാത്ര പറയാണെന്ന് കേട്ടപ്പോ സഹിക്കാൻ പറ്റുന്നില്ല. അവര് പൊട്ടിത്തകരാണ്. അങ്ങനെ ഒരു വ്യക്തിത്വം അംഗീകരിക്കപ്പെടാൻ മാത്രം അള്ളാഹു ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിത്വം ഒരു സാധാരണ വ്യക്തിത്വമല്ല എന്ന് മനസ്സിലാക്കാൻ എന്ത് പ്രയാസമാണുള്ളത്? ലോകത്ത് എത്ര നേതാക്കന്മാർ വന്നിട്ടുണ്ട്, എത്ര രാഷ്ട്രീയ നേതാക്കന്മാർ, സാമൂഹിക നേതാക്കന്മാർ. അവർ ചീത്ത പറയാറില്ല അനുയായികൾ എത്രയും സപ്പോർട്ട് ചെയ്യുന്ന അനുയായികൾ തിരിച്ചു ഇപ്പോഴും മാറിക്കുത്താറില്ലേ? അത്രയൊക്കെ ലോകത്ത് വിധേയത്വം ആളുകൾ കാണിക്കാറുള്ളൂ. പക്ഷേ ഈ ഹബീബിനോട് കാണിച്ച വിധേയത്വം അങ്ങനെയല്ല. അബൂ സുഫിയാൻ എന്നവര് പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് രാജാക്കന്മാരെ കണ്ടിട്ടുണ്ട്, ആ രാജാക്കന്മാരുടെ അനുയായികളെയും കണ്ടിട്ടുണ്ട്, പക്ഷേ പുണ്യനിബിതങ്ങളെ അനുയായികൾ സ്നേഹിക്കുന്ന പോലെ ഒരാളെ സ്നേഹിക്കുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് ഒരുപാട് യാത്രകൾ ചെയ്ത മക്കയുടെ നേതാവ് അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു സ്നേഹം കണ്ടിട്ടില്ല. ലാ തജ്അലൂ ദുആഅ റസൂലി കദുആഇ ബഅദികും ബഅദാ, നിങ്ങൾ പരസ്പരം പേര് വിളിക്കുന്ന പോലെ എന്റെ റസൂലിനെ പേര് വിളിക്കാൻ പാടില്ല. യാ റസൂലല്ലാഹ് എന്നാണ് വിളിക്കേണ്ടത്. യാ മുഹമ്മദു എന്ന് ഖുർആൻ വിളിച്ചില്ല. അത്ഭുതം. യാ മുഹമ്മദു എന്ന് വിളിച്ചില്ല. ബാക്കി അമ്പിയാക്കന്മാരൊക്കെ പേര് വിളിച്ചു. ഇദ് ഖാല അല്ലാഹു യാ ഈസാ ഇന്നി മുതവഫീക്, ഈസ നബിയെ നിങ്ങളെ നാം ഉയർത്താൻ പോവുകയാണ്. ഖാല യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, നൂഹ് നബിയെ അവര് നിങ്ങളുടെ കുടുംബക്കാരനല്ല. കൻആൻ എന്ന മകനെ കുറിച്ച് ആദം നബിയെ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും സ്വർഗത്തിൽ താമസിച്ചോളൂ. ആദമേ, ആദം നബിയെ. قال يا موسى إني اصطفيتك على الناس برسالاتي وبكلامي. മൂസ നബിയെ യാ മൂസ എന്ന് വിളിച്ചു. അതൊന്നും അമ്പിയായിന്റെ സ്ഥാനം കുറക്കലല്ല എന്ന് മനസ്സിലാക്കണം. അമ്പിയാക്കന്മാരുടെ പേര് റബ്ബായ അല്ലാഹു നേരിട്ട് വിളിക്കുന്നത് തന്നെ ഒരു മഹത്വമല്ലയോ? അവരുടെ പേരെടുത്ത് വിളിക്കുന്നത് തന്നെ മഹത്വമല്ലേ? ഹബീബായ നബി തങ്ങളെ അതിലും ബഹുമാനിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രയോഗം. യാ അയ്യുഹൻ നബി, ഓ നബിയായവരെ. യാ അയ്യുഹർ റസൂൽ, റസൂലായവരെ. അതുകൊണ്ടാണ് മുഹമ്മദ് എന്ന പേര് ഖുർആനിൽ വളരെ കുറച്ചു മാത്രം ഉപയോഗിക്കാൻ കാരണം. 4 തവണയെ മുഹമ്മദ് എന്ന പേര് വന്നിട്ടുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 4 സ്ഥലത്തും നബിതങ്ങളെ അള്ളാഹു പരിചയപ്പെടുത്തുന്നതായിട്ടാ വന്നത് എന്നല്ലാതെ നബിതങ്ങളെ നേരെ പേര് വിളിച്ച് അള്ളാഹു അഭിസംബോധന ചെയ്തിട്ടുമില്ല. തങ്ങളെ പേര് വിളിച്ച് മറ്റമ്പിയാക്കന്മാരുടെ പേര് ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ഈസാ നബിയുടെ പേര് 20 തവണ വന്നിട്ടുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം 183 തവണ എങ്ങാനും വന്നിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. 183 ടൈംസ് അത്രയും മൂസാ നബിയുടെ പേര് വന്നിട്ടുണ്ട് ഖുർആനിൽ. പക്ഷേ ഹബീബിന്റെ പേര് എങ്ങനെയാ പറയാ? തങ്ങളോട് അഭിസംബോധന ചെയ്യുന്നതൊക്കെ ഖുൽ
ഖുൽ ഹുവല്ലാഹു അഹദ്, അങ്ങ് പറയുക. ഖുൽ, അതിനുള്ളിൽ നിബിധങ്ങളുണ്ട്. യാ അയ്യുഹൻ നബി ഖുൽ, നബിയെ അങ്ങ് പറയുക. അതുകൊണ്ട് തങ്ങളുടെ പേരെന്തേ ഖുർആനിൽ ഇങ്ങനെ ഏതോ ഒരു വിവരമില്ലാത്തൊരു സാധു, ഞാൻ ഇസ്ലാമെന്ന് പോയി ക്രിസ്തുമതത്തിലേക്കാണ് പോയത്, എന്തേ കാരണം കാരണം ഈസ നബിന്റെ പേരല്ലേ 20 ആള് ഖുർആൻ വായിച്ചിട്ട് ഓതിയിട്ടില്ല എന്ന് മനസ്സിലായി. ഖുർആനിൽ തങ്ങളോട് പറഞ്ഞ അഭിസംബോധനകൾ മനസ്സിലാക്കാതെ പേരിന്റെ എണ്ണ അപ്പുറത്തല്ലേ എന്ന് വെറുതെ കാശിന് വേണ്ടി പറയായിരിക്കും. അഭിസംബോധനത്തില് അങ്ങനെ ഇന്റർവ്യൂ ഉണ്ടാവുമല്ലോ, വെറുതെ തട്ടിവിടുക. ആ പേര് 4 തവണയുള്ളൂ മുഹമ്മദ് നബി തങ്ങളുടെ പേര് ഖുർആനിൽ, ഈസാ നബിന്റെ 20 അപ്പൊ ഞാൻ അയക്ക് പോവാണ്. തങ്ങളോട് പറഞ്ഞ അഭിസംബോധനകളും തങ്ങളെ സംബന്ധിച്ചുള്ള പ്രയോഗങ്ങളും തങ്ങളുടെ വിഷയങ്ങളും എത്രയാ ഖുർആൻ പറഞ്ഞു. ഇതൊന്നും ആ സാധു കണ്ടിട്ട് തന്നെയല്ല. അപ്പോ അതൊക്കെ വിവരക്കേടാണ്, അറിവില്ലായ്മയാണ്. അള്ളാഹു ഇൽമു കൊടുക്കട്ടെ, അറിവ് കൊടുക്കട്ടെ. പുണ്യ നിബിധങ്ങൾ അള്ളാഹു വിളിച്ചത് അങ്ങനെ, യാ അയ്യുഹൻ നബി, യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ. റസൂലായവരെ, മുദ്ദസ്സിറായവരെ, അത്രയും അള്ളാഹുവിന്റെ ഹബീബിനെ റബ്ബ്. അത് മാത്രമല്ല, ഖുർആനിൽ ആരുടെയും ആയുസ് വെച്ച് അള്ളാഹ് സത്യം ചെയ്തിട്ടില്ല. വത്തീനി വസ്സൈതൂൻ വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ, അങ്ങനെയൊക്കെ വന്നു. മക്കയെ സത്യം, സീനാ പർവ്വതത്തെ തന്നെയാണ് സത്യം, തീനിനെയും സൈത്തൂനിനെയും തന്നെയാണ് സത്യം, വശംസി വദുഹാഹ വൽ ഖമരി ഇദാ തലാഹ, ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഒരാളുടെ ആയുസ്സിനെ വെച്ച് അള്ളാഹു സത്യം ചെയ്തത് അഷ്റഫുൽ ഖൽഖിന്റെ ആയുസ് വെച്ച് മാത്രമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ 63 വർഷം എന്ന ഹബീബിന്റെ ആയുസ് അള്ളാഹു ശ്രേഷ്ഠമാക്കിയ ഒരു വയസ്സാണ് എന്ന് മനസ്സിലാക്കണം. അത് മാത്രമല്ല, ഹബീബിന്റെ ആ ഒരു പരിശുദ്ധമായ ഹുജ്റത്തു ഷരീഫയിൽ, തങ്ങളുടെ റൗളയിൽ പച്ചക്കുബ്ബയുടെ താഴെ അന്ത്യവിശ്രമം കൊള്ളുന്ന 3 മഹാന്മാരും 63 വഫാത്തായവരാണ്. റസൂലുള്ളാഹി തങ്ങളും സിദ്ദീഖ് എന്നവരും ഉമർ തങ്ങളും 3 പേരുടെയും വയസ്സ് 63 എത്ര വലിയ അത്ഭുതമാണ്. ലഅംറുക് ലഅംറുക് ലഅംറുക ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ, അങ്ങയുടെ വയസ്സിനെ തന്നെയാണ് സത്യം നബിയെ. ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ, അവരൊരു തരത്തിൽ അവര് ഒരു മത്ത് പിടിച്ച അവസ്ഥയിലാണ് നബിയെ. അങ്ങയുടെ വയസ്സിനെ തന്നെയാണ് സത്യം. സത്യം കാണാതെയാണ് അവരിങ്ങനെ ബോധോദയമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ തീരുമാനങ്ങൾ ബുദ്ധിയിൽ നിന്നുദിക്കുന്നതല്ല, അവരുടെ കാൽവെപ്പുകൾ ബുദ്ധിയിൽ നിന്നും അറിവിൽ നിന്നും വരുന്നതല്ല. ഏതോ ഒരു കള്ളുകുടിയന്മാരുടെ അവസ്ഥയിലാണ് അവർ മത്തുപിടിച്ചവരാണ് എന്ന് ഖുർആനിൽ ഒരു പ്രയോഗം അവിടെയുണ്ട്. സൂറത്തുൽ ഹിജ്റിൽ, ലഅംറുക്, അങ്ങയുടെ വയസ്സിനെ തന്നെയാണ് സത്യം. യാ അല്ലാഹ്, ഇത്രമേൽ അല്ലാഹു ആദരിച്ച ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിലേക്ക് കടന്നാൽ ഇനി ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ ഒരു ഹബീബിനെ സ്വീകരിക്കാനും അവിടുത്തെ അഹ്കാമുകളും അവിടുത്തെ സുന്നത്തുകളും അവിടുത്തെ ചര്യകളും എല്ലാം ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി പിൻപറ്റി ജീവിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ തമ്പുരാനെ. പുണ്യ ഹബീബിനെ കാണണം. അല്ലാഹു അതിനെ യഖദത്തിലും മനാമിലും അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഹബീബായ തങ്ങളെ സിയാറത്ത് ചെയ്യണം, അവിടുന്ന് പഠിപ്പിച്ച ഹജ്ജും ഉംറയും എല്ലാം ചെയ്യണം, ഇബാദത്തുകൾ ചെയ്യണം. അതിനൊക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ട ആളുകൾ അല്ലാഹു അവർക്കൊക്കെ അവരുടെ ഇബാദത്തുകളെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. പോയി വന്നവർക്ക് അല്ലാഹു അത് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഹജ്ജിന് ഉദ്ദേശിക്കുന്ന ആളുകൾ അല്ലാഹുക്ക് എളുപ്പമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.